കേരളത്തിന്റെ പാരമ്പര്യ ക്ഷേത്രകലകൾക്ക് മുംബൈയിൽ പുതുജീവൻ പകർന്നുകൊണ്ട് കലാക്ഷേത്രയുടെ ഭാവാമൃത നൃത്തസന്ധ്യ ശ്രദ്ധേയമായി. മോഹിനിയാട്ടം, ഭരതനാട്യം കൂടാതെ ആദ്യമായി കഥക് എന്നിവയുടെ സമന്വയത്തോടെ ഒരുക്കിയ ഈ വേദി കലാസ്വാദകർക്ക് നൂതനാനുഭവമായി. ഇന്റർനാഷണൽ ഡാൻസ് ദിനത്തിന്റെ ഭാഗമായി ഡോംബിവിലി ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ കലാക്ഷേത്രം സംഘടിപ്പിച്ച നൃത്താമൃതം ശ്രദ്ധേയമായി. കലയുടെ താളത്തിൽ തിളങ്ങിയ നൃത്തസന്ധ്യ പ്രേക്ഷകഹൃദയം കീഴടക്കി. ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഗുരു പാർവതി ദത്ത മുഖ്യാതിഥിയായിരുന്നു. This is almost like an organization that has made me very much part of the family. So the moment I've started interacting with the founding members and office bearers of Kalakshetram. ഡോക്ടർ ഉമ്മൻ ഡേവിഡ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവിധത്തിലുള്ള കലാരംഗങ്ങളിലും പ്രാവീണ്യമായിട്ടുള്ളവരുണ്ട്. They are the gems and I try to find out the qualities in the children and try to encourage them to come up in their life and be useful to the society. കലാക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് വിശദീകരിച്ചു. ഭരതനാട്യം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ നൃത്തം പ്രേക്ഷക പ്രശംസ നേടി. ഗുരു സമ്പത്താമ്പയും ഗുരു പാർവതി ദത്തയും ശിഷ്യരും അവതരിപ്പിച്ച നൃത്തങ്ങളും ശ്രദ്ധ നേടി. കലാശ്രീ ഗോപാലകൃഷ്ണ ശിഷ്യർ അവതരിപ്പിച്ച രാമഭാവം ബാലെ ശ്രദ്ധേയമായി. ഗുരു പാർവതി ദത്തയുടെ ശിഷ്യർ അവതരിപ്പിച്ച കഥക് നൃത്തം പരിപാടിക്ക് നിറവേകി. കുട്ടികൾക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഓൺലൈൻ പെൻസിൽ സ്കെച്ച് മത്സരവും നടത്തി. കുമാരി രജിത പരിപാടികൾ നിയന്ത്രിച്ചു. കലാപ്രേമികൾക്ക് അവസ്മരണീയമായ അനുഭവമായി നൃത്താമൃതം തിളങ്ങി. ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. സമാജങ്ങൾ കേവലം ഓണാഘോഷവും മറ്റു പരിപാടികളും മാത്രമാകാതെ ഇങ്ങനെയുള്ളവരെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ ലിസ്റ്റുകൾ, എത്ര വീട്ടുകാരുണ്ട്.